സേഫ്സി ഏഷ്യൻ കപ്പിൽ നമ്മുടെ എതിരാളികളെ അറിയുന്ന നോ ഓപ്പണൻസ് എന്ന് പറയുന്ന സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഉസ്ബെക്കിസ്ഥാനെ പറ്റിയാണ്. നമ്മൾ ഓസ്ട്രേലിയയെ പറ്റി ഓൾറെഡി സംസാരിച്ചതാണ്. കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് വീഡിയോ ഇടാം. അപ്പം നിങ്ങൾ അതൊന്ന് പോയി കണ്ടു നോക്കുക. ഈ വീഡിയോ കണ്ടതിന് ശേഷം ഉസ്ബെക്കിസ്ഥാൻ നമ്മുടെ രണ്ടാമത്തെ എതിരാളികളാണ്. അതായത് രണ്ടാമത്തെ മത്സരമാണ് നമുക്ക് ഉസ്ബെക്കിസ്ഥാനെതിരെ ഉള്ളത്. ഓസ്ട്രേലിയയെ പോലെ തന്നെ ഉറപ്പായിട്ടും കരുത്തരായിട്ടുള്ള ഒരു ടീം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇതിൽ ഓസ്ട്രേലിയയും അതുപോലെ തന്നെ ഉസ്ബെക്കിസ്ഥാൻ തന്നെയാണ് ഫേവറേറ്റ്സ് എന്ന് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും, ലിറ്ററലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ. എനിവേ, ഉസ്ബെക്കിസ്ഥാനിലേക്ക് വരുന്ന സമയത്ത് അവർ ഫിഫ റാങ്കിങ്ങിൽ 68ാം സ്ഥാനത്താണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. അവർ കാഫ എന്ന് പറയുന്നൊരു സബ് കോൺഫെഡറേഷനിലാണുള്ളത്. അതായത് ഇറാനൊക്കെ ഉൾപ്പെടുന്ന ഒരു കോൺഫെഡറേഷനാണ്. ഇറാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും ശക്തരായിട്ടുള്ളൊരു ടീമെന്ന് നമുക്ക് ഈ ഒരു ഉസ്ബെക്കിസ്ഥാനെ വിശേഷിപ്പിക്കാം. ഞാൻ ഓസ്ട്രേലിയയുടെ കാര്യം പറയുമ്പോൾ പറഞ്ഞിരുന്നത് അവരുടെ ഫിസിക്കാലിറ്റിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കരുത്ത് എന്നുള്ളതാണ്. പക്ഷേ ഉസ്ബെക്കിസ്ഥാനിലേക്ക് വരുമ്പം ഫിസിക്കാലിറ്റി ഉണ്ട്, ടെക്നിക്കലി അവർ ബെറ്ററാണ്, അതുപോലെ അവർ ഭയങ്കര സ്പീഡി ആയിട്ടുള്ള ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. അത് ഒക്കെ അവരെ നമ്മൾ ഭയക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒപ്പം വളരെ നല്ല രീതിയിൽ ഗ്രാസ് റൂട്ടും കൂടി നടത്തുന്നൊരു രാജ്യമാണ് ഉസ്ബെക്കിസ്ഥാൻ എന്നുള്ളതാണ്. നമുക്കറിയാലോ, അവർ ജൂനിയർ ലെവലിലുള്ള AFC ടൂർണമെൻറ്റ്സിലൊക്കെ വിജയിക്കുന്ന ടീമാണ്. അടുത്ത കാലത്ത് തന്നെ AFC Under-23യും കഴിഞ്ഞ വർഷം Under-20 ഒക്കെ വിജയിക്കാനൊക്കെ അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി അവരുടെ പരിശീലകനിലേക്ക് വരുന്ന സമയത്ത് സ്ട്രെക്കോ കറ്റനിക് എന്ന് പറയുന്ന ഒരു പരിശീലകനാണ്, അങ്ങനെയാണെന്ന് തോന്നുന്നു പ്രൊനൗൺസിയേഷൻ. അദ്ദേഹം ഒരു സ്ലൊവേനിയക്കാരനായിട്ടുള്ള പരിശീലകനാണ്. സ്ലൊവേനിയയ്ക്ക് വേണ്ടി അന്താരാഷ്ട്ര മത്സരമൊക്കെ കളിച്ചിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു കോച്ചിങ് എക്സ്പീരിയൻസ് പറയുന്ന സമയത്തും അദ്ദേഹം സ്ലൊവേനിയയെ പരിശീലിപ്പിച്ചിട്ടുണ്ട്, മാസിഡോണിയെ പരിശീലിപ്പിച്ചിട്ടുണ്ട്, ഇറാഖിനെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. ഇറാഖിനെ ഇക്കഴിഞ്ഞ 2019 AFC ഏഷ്യൻ കപ്പിൽ അവരുടെ പരിശീലകനായിട്ടിരുന്ന ആളാണ്. റൗണ്ട് ഓഫ് 16 ആയിരുന്നു അവരെ ക്വാളിഫിക്കേഷൻ നേടിക്കൊടുക്കാനും ഒക്കെ സാധിച്ചിരുന്നു. 2021 മുതലാണ് ഉസ്ബെക്കിസ്ഥാൻ്റെ ഒരു ഹെഡ് കോച്ച് സ്ഥാനത്തിലേക്ക് ഇദ്ദേഹം എത്തുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ക്ലബ് ലെവലിലും എക്സ്പീരിയൻസ് ഉണ്ട്. ഒളിമ്പിയാക്കോസ് എന്ന് പറയുന്ന ഗ്രീസിലെ ടോപ്പ് ക്ലബ്ബിൽ അദ്ദേഹം പരിശീലനമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇവരുടെ കോമ്പറ്റീറ്റീവ് റെക്കോർഡ് നോക്കുന്ന സമയത്ത് ഇതുവരെ വേൾഡ് കപ്പിൽ കളിക്കാൻ കഴിയാത്തൊരു ടീമാണ് ഉസ്ബെക്കിസ്ഥാനായിട്ട്. പക്ഷേ എനിക്കൊന്ന് സോവിയറ്റ് യൂണിയൻ്റെയൊക്കെ ഭാഗമായിട്ട് കളിച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു സ്വതന്ത്ര ഉസ്ബെക്കിസ്ഥാനായതിനു ശേഷം അവർ കളിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ 96-ന് ശേഷം അവർ എല്ലാ AFC ഏഷ്യൻ കപ്പിലും കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2011 സെമി കളിച്ചിട്ടുള്ള ടീമാണ്. കഴിഞ്ഞ വർഷം അവർ, അതായത് 2019 അവർ റൗണ്ട് ഓഫ് 16 കളിച്ചത്. 2015 ക്വാർട്ടർ കളിച്ചിരുന്നു. അങ്ങനെ ഏഷ്യൻ കപ്പിലും ഒരു നല്ല പെർഫോമൻസ് ഒക്കെ നടത്തിയിട്ടുള്ളൊരു ടീമാണ്. പിന്നെ കാഫ നേഷൻസ് കപ്പ് കഴിഞ്ഞ വർഷം നടന്നിരുന്നു. അതിൽ ഫൈനലിസ്റ്റ് ആയിരുന്നു. ഫൈനലിൽ ഇറാനോടാണ് അവർ പരാജയപ്പെട്ടത്. ഈ പ്ലേയേഴ്സിനെ പറ്റി പറയുമ്പോൾ നസാഫ് എന്ന് പറയുന്ന ഉസ്ബെക്കിസ്ഥാനിലെ ക്ലബ്ബിൽ നിന്ന് ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. ഏതാണ്ട് 6 പ്ലേയേഴ്സോളം ആ ഒരു ക്ലബ്ബിൽ നിന്ന് തന്നെയുണ്ട്. നസാഫിന് ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, AFC കപ്പിൽ മോഹൻ ബഗാനെ ഒരു ഹ്യൂമിലിയേഷൻ നടത്തി 6 ഗോളിനോ മറ്റോ ആണ് തോൽപ്പിച്ചത് AFC കപ്പിൻ്റെ ഒരു പ്ലേ ഓഫ് സ്റ്റേജിൽ. അപ്പം ആ ഒരു ടീമിലെ കുറേ അധികം പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്പം നമുക്ക് ഇന്ത്യൻ ടീം നോക്കി കഴിഞ്ഞാൽ മോഹൻ ബഗാനിൽ കളിക്കുന്ന കുറച്ചധികം പ്ലേയേഴ്സ് നാഷണൽ ടീമിലും ഉണ്ടല്ലോ. അപ്പം അവരുടെ ക്വാളിറ്റി എന്താണെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതിനോടൊപ്പം തന്നെ യൂറോപ്പിൽ കളിക്കുന്ന തന്നെ, അല്ലെങ്കിൽ പുറത്തെ ലീഗിൽ തന്നെ കളിക്കുന്നുണ്ട് 10ഓളം പ്ലേയേഴ്സ് ഉണ്ട്. അതിൽ തുർക്കിഷ് ലീഗിൽ കളിക്കുന്ന പ്ലേയേഴ്സ് ഉണ്ട്, റഷ്യൻ ലീഗിൽ കളിക്കുന്ന പ്ലേയേഴ്സ് ഉണ്ട്. ഏറ്റവും പ്രധാനമായിട്ടും ഫ്രഞ്ച് ലീഗ് 1-ൽ കളിക്കുന്ന ലെൻസ് എന്ന് പറയുന്ന ക്ലബ്ബിൽ കളിക്കുന്ന താരമൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. കീ പ്ലേയേഴ്സിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ലെൻസിൽ കളിക്കുന്ന താരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്ദുൽ ഖാദർ കുസ്നോവ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലെയറാണ്. അദ്ദേഹം ഒരു എന്താ പറയുക, ഒരു 19 ഇയർ ഓൾഡ് മാത്രമുള്ള ഒരു ടീനേജർ ആയിട്ടുള്ളൊരു പ്ലെയറാണ് എന്നുള്ളതാണ്. ഇപ്പം കാഫ നേഷൻസ് കപ്പിലെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളിലൊക്കെ അദ്ദേഹം സെൻട്രൽ ബാക്കായിട്ട് 90 മിനിറ്റ്സും കളിച്ചിട്ടുള്ള ഒരു താരമാണ്. അടുത്തതൊരു മിഡ്ഫീൽഡർ ആയിട്ടുള്ള താരമാണ് ഒട്ടബേക് ഷുക്രോവ് എന്ന് പറഞ്ഞിട്ട് ഒരു താരമാണ്. 27 വയസ്സുകാരനായിട്ടുള്ള താരമാണ്. അവരുടെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലെയറാണ്. തുർക്കിഷ് ലീഗിലാണ് അദ്ദേഹം നിലവിൽ കളിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തത് അഭിഷേക് ഫൈസുള്ള എന്ന് പറഞ്ഞിട്ട് ഒരു താരമാണ്. അദ്ദേഹം ഇപ്പം CSK മോസ്കോ എന്ന് പറഞ്ഞാൽ റഷ്യൻ ടോപ്പ് ടയറില, റഷ്യയിൽ തന്നെ ഒരു ടോപ്പ് ക്ലബ്ബാണ്. നിങ്ങൾ ഒരു പക്ഷേയൊക്കെ യൂറോപ്യൻ കോമ്പറ്റീഷൻസിൽ കളിച്ചിട്ടുള്ളൊക്കെയുള്ളൊരു ക്ലബ്ബാണ്. അപ്പോൾ അവിടെയാണ് ഈ ഒരു താരം കളിക്കുന്നത്. 20 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഇദ്ദേഹം കഴിഞ്ഞ വർഷം നടന്നിട്ടുള്ള AFC Under-20 ഏഷ്യൻ കപ്പിലെ ബെസ്റ്റ് പ്ലെയർ ആയിരുന്നു. മാത്രമല്ല 2023 മികച്ച ഉസ്ബെക്കിസ്ഥാൻ താരമായിട്ടും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളൊരു താരമാണ്. ഉറപ്പായിട്ടും പേടിക്കേണ്ട ഒരു താരം തന്നെയായിരിക്കും ഈ ഒരു യങ് പ്ലെയർ. എന്നാൽ എൽഡർ ഷുമർഡോവ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ക്യാപ്റ്റൻ കളിക്കുന്നില്ല എന്നുള്ളതാണ്. അവരുടെ മുന്നേറ്റത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താരമായിരുന്നു. അതുപോലെ ഏറ്റവും കൂടുതൽ ഉസ്ബെക്കിസ്ഥാന് വേണ്ടി ചരിത്രത്തിൽ ഗോളുകൾ അടിച്ചിട്ടുള്ള താരമാണ്. ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ചിട്ടുള്ള താരമാണ്. അദ്ദേഹത്തിന് എനിക്കൊന്ന് 1 മാസം മുന്നേ മറ്റുമാണ് ഒരു ഇഞ്ചുറി പറ്റുന്നത്. അങ്ങനെയാണ് ഈ ഒരു ടൂർണമെൻറ്റ് നഷ്ടമാകുന്നത്. തീർച്ചയായിട്ടും അവർക്കൊരു മേജർ മിസ് തന്നെയാണ് ഇദ്ദേഹം എന്നുള്ളതാണ്. മറ്റ് ഏതൊക്കെയോ പ്ലേയേഴ്സിനും ഇഞ്ചുറിയൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതും ഇടയ്ക്ക് ഞാനിങ്ങനെ വാർത്ത കണ്ടിരുന്നു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താരം എന്ന് പറയുന്നത്.
ഏതായാലും ഇനി നമുക്ക് അവരുടെ റീസെൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട്സ്, പ്രത്യേകിച്ച് 2023 മത്സരങ്ങളുടെ റിസൾട്ട്സ് ഒക്കെ നമുക്ക് നോക്കുന്ന ഒരു സമയത്ത് അവർ ബൊളീവിയക്കെതിരെ കളിച്ച് വിജയം സ്വന്തമാക്കി 1-0 എന്ന് പറയുന്നൊരു സ്കോറിൽ. അതുപോലെ വെനിൻസുല എന്ന് പറയുന്ന കൺട്രിക്കെതിരെ 1-1 എന്ന് പറയുന്നൊരു സമനില നേടിയിരുന്നു. ഒമാനെ 3-0 പരാജയപ്പെടുത്തി. അറിയാം, ഒമാൻ ഒരു ടോപ്പ് കൺട്രി തന്നെയാണ്. പിന്നെ തുർക്കമെനിസ്ഥാനെ 2-0 പരാജയപ്പെടുത്തി, അത് കാഫ നേഷൻസ് കപ്പിലാണ്. അതുപോലെ തജിക്കിസ്ഥാനെ 5-1 പരാജയപ്പെടുത്തിയത്. ഇറാനെതിരെയാണ് കഴിഞ്ഞ വർഷത്തെ ആദ്യത്തെ തോൽവി 1-0 എന്ന് പറയുന്നൊരു സ്കോറിൽ. പിന്നെ USA-ക്കെതിരെ ഒരു മത്സരം ഫ്രണ്ട്ലി കളിച്ചിരുന്നു, അതിൽ 3-0 പരാജയപ്പെട്ടത്. പിന്നെ മെക്സിക്കോയ്ക്കെതിരെ 3-3 ഡ്രോ നേടിയെടുക്കാൻ സാധിച്ചു. വിയറ്റ്നാമിനെതിരെ 2-0 വിൻ, ചൈനയ്ക്കെതിരെ 2-1 വിൻ, അഗെയിൻ തുർക്കമെനിസ്ഥാനെതിരെ 3-1 വിൻ, അത് വേൾഡ് കപ്പ് ക്വാളിഫയർ ആണ്. അതുപോലെ ഇറാനെതിരെയും വേൾഡ് കപ്പ് ക്വാളിഫയർ സെയിം ഗ്രൂപ്പായിരുന്നു അവർ, അതിൽ 2-2 ഡ്രോ ആയിരുന്നു. അതുപോലെ തന്നെ കിർഗിസ്ഥാനെതിരെ ഈ ഒരു ഡിസംബറിൽ ഒരു ഫ്രണ്ട്ലി മാച്ച് കളിച്ചിട്ടുണ്ടായിരുന്നു, ഡിസംബർ 25, അതിൽ 4-1 ഉസ്ബെക്കിസ്ഥാൻ വിജയിച്ചത്. അങ്ങനെ ഒരു നല്ല റെക്കോർഡാണുള്ളത്. ഈ 2023 തന്നെ നോക്കിയാൽ 8 വിജയം 2 തോൽവി 3 സമനില. ഈ 3 സമനില എന്ന് പറയുന്നത് നോക്കുക, ഇറാനെതിരെയും അതുപോലെ വെനിൻസുലയ്ക്കെതിരെയും മെക്സിക്കോയ്ക്കെതിരെയുമാണ്. അല്ലാത്ത മത്സരങ്ങളൊക്കെ അവർക്ക് ശക്തമായിട്ട് ഒരു പെർഫോമൻസ് നടത്താൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇനിയിപ്പം അവർ ഇന്നോ മറ്റൊരു ഫ്രണ്ട്ലി കളിക്കുന്നുണ്ട് പലസ്തീനെതിരെ. സോ ഉസ്ബെക്കിസ്ഥാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഈ റെക്കോർഡ് ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാവും, വളരെ ശക്തരായിട്ടുള്ള, വളരെ തോൽപ്പിക്കാൻ പാടുപെടേണ്ട ടീം തന്നെ ആയിരിക്കും. അറ്റ്ലീസ്റ്റ് ഒരു ഡ്രോ കിട്ടിയാൽ പോലും അവർക്കെതിരെ ഒരു നല്ല റിസൾട്ടാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഉസ്ബെക്കിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ഹെഡ് ടു ഹെഡ് റെക്കോർഡ് പരിശോധിക്കുന്ന സമയത്ത് ചരിത്രത്തിൽ 6 തവണയാണ് ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുള്ളത്. 4 തവണയും ഉസ്ബെക്കിസ്ഥാൻ വിജയിച്ചു, 2 മത്സരങ്ങൾ സമനിലയാകുകയായിരുന്നു. അതിൽ ഇന്ത്യ ഏറ്റവും അവസാനമായിട്ട് കളിച്ചത് 2001 മറ്റോ ആണ്, അതായത് 23 വർഷങ്ങൾക്ക് മുൻപ്. ആ ഒരു മത്സരം ഇന്ത്യ പരാജയപ്പെടുകയായിരുന്നു. ഇന്ത്യ ഡ്രോ ആകുന്നത് ആദ്യകാലത്താണ്, അതായത് ആദ്യം കളിച്ച 2 മത്സരങ്ങളാണ് ഡ്രോ ആകുന്നത്. പിന്നീട് കളിച്ച 4 മത്സരങ്ങളും ഉസ്ബെക്കിസ്ഥാനാണ് വിജയിച്ചിട്ടുള്ളത്. അതും കൂടുതലും 90s അവസാനം, ഈ പറഞ്ഞ പോലെ 2000 ആദ്യം കളിച്ചിട്ടുള്ളൊരു മത്സരമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാൻ്റെ ആ ലെവലൊന്ന് കൂടിയിട്ടേ ഉള്ളൂ. സോ ഏതായാലും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള, ഇന്ത്യ ഇതേവരെ ചരിത്രത്തിൽ തന്നെ തോൽപ്പിക്കാത്തൊരു ടീം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വളരെ കടുകട്ടി മത്സരം തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? തീർച്ചയായിട്ടും ഒന്ന് കമ്പോസ് ചെയ്യാൻ പറ്റുക കാണിക്കുകയാണെന്ന് സൈനിങ് ഓഫ്.